ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി SNLP സ്കൂളിൽ വിദ്യാർത്ഥി വീണ് പരിക്കേറ്റ സംഭവത്തിൽ രക്ഷിതാക്കൾക്കെതിരെ ആരോപണവുമായി സ്കൂൾ അധികൃതർ. സ്കൂളിൽ മഴയിൽ കളിച്ച വിദ്യാർത്ഥി ക്ലാസ് റൂമിൽ കയറിയപ്പോൾ വഴുതി വീണതാണെന്നും ഉടനെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ അധ്യാപകർ ശ്രമിക്കുകയും രക്ഷിതാവിനെ വിവരമറിയിച്ചപ്പോൾ താൻ വന്നതിനു ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ മതിയെന്നും ഈ സ്കൂൾ അടുത്ത വർഷം പ്രവർത്തിപ്പിക്കുവാൻ താൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായും തുടർന്ന് സ്കൂളിലെത്തിയ രക്ഷിതാവ് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വീഡിയോ എടുത്ത് മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും സ്കൂളിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയതായും സ്കൂൾ മാനേജർ മണിലാൽ, സ്കൂൾ പ്രധാനാധ്യാപിക അശ്വിനി എന്നിവർ പറഞ്ഞു. വിദ്യാർത്ഥിനിയുടെ ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്നും തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വിദ്യാലയത്തിൽ നിന്ന് നൽകുമെന്നും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീരുമാനമെടുത്തതായി സ്കൂൾ മാനേജർ അറിയിച്ചു. കുട്ടിയുടെ രക്ഷിതാവ് വലിയ തുക ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് നിരസിക്കുകയും വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് മികച്ച സേവനം നൽകുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ നടത്താമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം അന്നേ ദിവസം കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുന്നതിനിടയ്ക്ക് മഴ വന്നപ്പോൾ ഒരു ക്ലാസ് റൂം ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുകയും അവിടെ വെച്ച് ഇവൻ തലകുത്തി മറിയാൻ നോക്കിയെന്നാണ് ബാക്കിയുള്ള കുട്ടികളായിട്ട് അന്വേഷിച്ചപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളോട് അന്വേഷിച്ച് പറഞ്ഞത്. അങ്ങനെ തലകുത്തി മറിയുമ്പോൾ കാല് വഴുക്കി വീണു. അങ്ങനെയാണ് പല്ലിന് കേട് സംഭവിച്ചു എന്നാണ് കുട്ടികളും ക്ലാസ് ടീച്ചറും അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ രക്ഷിതാവ് സമ്മതിക്കാതെ 4 മണിക്കൂറുകളോളം അവിടെ പിടിച്ചു വെച്ചു. മാനേജർ വന്നിട്ടാണ് കുട്ടിയെ കൊണ്ടുപോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുകയും അതിനുശേഷം 4 മണിക്കൂർ ശേഷം ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വന്നതിന് ശേഷമാണ് ഇവരെയും കുട്ടിയെയും അധ്യാപകരും കൂടി ആശുപത്രിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടി ഒറ്റപ്പാലം കൊണ്ടുപോയി ചികിത്സ നടത്തിയിട്ടാണ് അന്ന് തിരിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം 5 or 6 പ്രാവശ്യം ഫിസിഷ്യനെയും എല്ലാവരെയും കാണിച്ചു. അതിനെല്ലാവരും അധ്യാപകരും കൂടെ പോയിരുന്നു. അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോയത്. അതിനുശേഷം കൂടുതൽ ഫർദറായിട്ടുള്ള ചികിത്സയ്ക്ക് സർക്കാർ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ നടത്തുന്ന സർക്കാർ ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ പോകാമല്ലോ എന്ന് സജഷൻ പറഞ്ഞതിന് മൂപ്പർക്ക് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ വന്ന് 4 മണിക്കൂറോളം വീണ്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം മൊബൈലിൽ പകർത്തുകയും HMനെയും മാനേജരെയും ചീത്ത വിളിക്കുകയും ചെയ്തു. 20,000 രൂപ ഇന്ന് എനിക്ക് കിട്ടണം, 50 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം വേണം എന്ന് പറയുന്ന CCTV ഫുട്ടേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനാൽ ഞങ്ങൾക്ക് പരാതി കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇത് നമ്മുടെ പുരോഗതിയിലേക്ക് പോകുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടി ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് CCTV ഫുട്ടേജിൽ പറയുന്നുണ്ട് അടുത്ത വർഷം സ്കൂള് പൂട്ടേണ്ടി വരും, ഒറ്റ കുട്ടി ഉണ്ടാവില്ല, അധ്യാപകർക്കെല്ലാം ജോലി നഷ്ടപ്പെടും എന്ന് പറയുന്ന തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കോംപ്രമൈസ് ആവാത്തതിനാൽ അത് ലീഗൽ സർവീസ് സെല്ലിന് കൊടുത്തിരിക്കുകയാണ്. VCV ന്യൂസ്, ചെറുതുരുത്തി. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.